ഹായ് ഫ്രണ്ട്സ്, ആദ്യസ് വ്ലോഗിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒത്തിരി കളർഫുള്ളായിട്ടുള്ള ഒരുപാട് ചടങ്ങുകൾക്കും സെലിബ്രേഷൻസിനും ഒക്കെ ഒടുവിൽ ഇന്ന് അവരുടെ ബിഗ് ഡേ ആണ് കേട്ടോ. ഇന്നപ്പം നമ്മുടെ ഫെബ്രുവരി 9 തീയതിയാണ്. ഇന്ന് വൈശാഖിൻ്റെയും ചന്ദനയുടെയും കല്യാണ ദിവസമാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഞങ്ങൾ റോഡിലേക്ക് ഇറങ്ങി. അപ്പം ചായ കുടിക്കണമായിരുന്നു. അപ്പോൾ ഇതുപോലെ ഒരു തട്ടുകടയിൽ നിന്നാണ് ചായ കുടിച്ചത്. അപ്പോൾ ചായയൊക്കെ കുടി കഴിഞ്ഞിട്ട് നമുക്ക് ഒരു 8-8:30യോട് കൂടി നമുക്ക് ഹാളിലേക്ക് പോകണം. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അവിടെയാണ് കേട്ടോ. അപ്പം അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഒരുങ്ങാനായിട്ട് കല്യാണത്തിന് പോകാൻ. ഇതിൻ്റെ ഹാളിലാണ് കേട്ടോ. അപ്പം നമുക്കെല്ലാവർക്കും ഹാളിലാണ് ബ്രേക്ക്ഫാസ്റ്റ്. ഇപ്പം മണി ഒരു 8:45 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി അവിടെ പോയിട്ട് കർണാടകയിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഇത് ഇന്ന് തന്നെയാണ് 10:45 കല്യാണവും. അപ്പോൾ ആദ്യം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വന്നിട്ട് നമുക്ക് ഒരുങ്ങി കല്യാണത്തിന് തന്നെ പോകണം കേട്ടോ. അപ്പം കർണാടകത്തിൽ ഒരു വെജിറ്റേറിയൻ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കാമേ. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഹാളിലേക്ക് പോവുകയാണ്. അപ്പം മച്ചാനും പിന്നെ ശരത്തും എല്ലാവരും ഉണ്ട് കേട്ടോ. ഹനയും ഉണ്ട് കേട്ടോ. അപ്പോൾ ഹനയാണെങ്കിൽ അങ്ങ് ക്ഷീണിച്ചൊക്കെ തുടങ്ങി കേട്ടോ. മുഖമൊക്കെ വല്ലാതെ ഇരിക്കുന്നുണ്ട്. എന്നാലും അടിപൊളി ഡ്രസ്സൊക്കെയാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഹാളിലേക്ക് പോയി. അപ്പം നമ്മളെ കൂടെ വരാത്ത കുറച്ച് പേര് അന്ന് കല്യാണത്തിൽ അന്ന് ഫ്ലൈറ്റിൽ വന്നായിരുന്നു കേട്ടോ. അപ്പം അത് സുജയും ഹസ്ബൻഡ് രാജേഷുമാണ്. പിന്നീട് സാറിൻ്റെ അനിയൻ്റെ എല്ലാവരും ഭാര്യമാരെല്ലാവരും വന്നിട്ടുണ്ട് ഫ്ലൈറ്റിൽ. അപ്പം അവർ ഏകദേശം 5 പേരോളം ഫ്ലൈറ്റിലാണ് രാവിലെ വന്നത് കേട്ടോ. അപ്പം അവരെ എല്ലാം അവിടെ വെച്ച് കണ്ടു. അപ്പോൾ അറിയാമല്ലോ, എല്ലാവരും പല പല ഹോട്ടലുകളിലാണ്. അപ്പം എല്ലാവരും ഈ ഒരു സമയത്ത് തന്നെയാണ് ഫുഡ് കഴിക്കാനായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ അതായത് മൂത്ത ചേച്ചിയുടെ മകളാണ് സിജിയുടെ മകളുമാണ് കേട്ടോ ഇത്. അപ്പം എല്ലാവരും ആ ഒരു സമയത്ത് വന്നതുകൊണ്ട് നമുക്ക് എല്ലാവരെയും കാണാനായിട്ട് സാധിച്ചു കേട്ടോ. അപ്പം ഇതെല്ലാം സാറിൻ്റെ കുഞ്ഞമ്മയുടെ മക്കളും അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. കാരണം നമ്മളിങ്ങനെ സത്യം പറഞ്ഞാൽ ഇത്രയും ഹാപ്പി ആയിട്ട് നമ്മളൊരു ഫംഗ്ഷനും കൂടിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അത്രയും ഹാപ്പി ആയിരുന്നു കേട്ടോ എല്ലാവരും. ഓണത്തിനിടയിൽ പൂട്ടുകച്ചവടം എന്ന് പറയുന്ന കണക്ക് കീർത്തന ആ സമയത്ത് ട്രെയിനിൽ പോകാനുള്ളവരുടെയൊക്കെ ടിക്കറ്റ് എല്ലാം കളക്ട് ചെയ്ത് കൊടുത്തു. കാരണം ഞങ്ങൾ ട്രെയിനിലാണ് ഹസനിൽ നിന്ന് യശ്വന്ത്പൂരിലേക്ക് പോകുന്നത്. ഇവിടുന്ന് 57 പേര്, ബാക്കി 57 പേര് ബസ്സിലാണ് പോകുന്നത്. അപ്പം നമുക്ക് യശ്വന്ത്പൂരിൽ നിന്ന് ഗരീബ് രഥ് എന്നുള്ള ട്രെയിനിലാണ് നമുക്ക് പോകേണ്ടത്. അപ്പം അത് നമുക്ക് അഥവാ കിട്ടിയില്ലെങ്കിൽ ബാക്കിയുള്ളവർക്കുള്ള ടിക്കറ്റ് മുൻപേ കൊടുത്താൽ അവർക്ക് കയറി പോകാമല്ലോ. അപ്പം ആ ഒരു ധൈര്യത്തിന് വേണ്ടിയാണ് കേട്ടോ ടിക്കറ്റ് എല്ലാം എല്ലാവരെയും ഏൽപ്പിച്ചു. അപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇരുന്നു. അപ്പം അതുപോലെ ഇലയെല്ലാം ഇട്ടു, ഒരു കുപ്പി വെള്ളം തന്നു. ആ വെള്ളത്തിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ഇലയെല്ലാം നമ്മൾ കഴുകുന്നത് കേട്ടോ. അപ്പം അങ്ങനെ എല്ലാം കഴുകി ഇരിക്കുകയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ കൃഷ്ണകുമാർ അണ്ണനും അതിൻ്റെ അടുക്ക് നമ്മുടെ വൈശാഖും ഇരിക്കുകയാണ് കേട്ടോ കഴിക്കാനായിട്ട്. ഓക്കെ, മടിയിരിക്കുക. ഞങ്ങൾ ഇഡ്ഡലി തിന്നുമെന്ന് പറയാം. അത് പൊന്നാണെന്ന് പറയാം. ഈ കുറേ സമയത്തൊന്നും നോക്കത്തില്ലെന്ന് അതെ. ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ ഇഡ്ഡലി കഴിക്കാൻ പോയാണ്. പതിവ് പോലെ കന്നഡ സുന്ദരികൾ വന്ന് നമുക്ക് ഇഡ്ഡലിയെല്ലാം വിളമ്പുകയാണ്. അപ്പം ആദ്യം കേസരി പോലെ അത്രയും മധുരമുള്ളൊരു സംഭവമാണ് കേട്ടോ വിളമ്പിയത്. അന്വേഷമാണ് കേട്ടോ ഇഡ്ഡലി വിളമ്പിയത്. പിന്നെ കറിയായിട്ട് സാമ്പാർ, പിന്നെ ഒരു മൊരിഞ്ഞ ഒരു സംഭവം, പിന്നെ ചമ്മന്തി. അപ്പോൾ ഇത്രയുമായിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന് കൊടുത്തത്. ഈ മൊരിഞ്ഞ വട തന്നെയാണെന്ന് തോന്നുന്നു. പക്ഷെ നല്ല ക്രിസ്പി ആയിട്ടാണ് കേട്ടോ അതിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സംഭവങ്ങൾ. കഴിക്കും പറഞ്ഞേ കഴിക്കണം. എങ്ങനെയുണ്ട്? എപ്പടി? സൂപ്പർ പറഞ്ഞു. പിന്നെ നമുക്ക് ചായയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഹോട്ടലിലേക്ക് ഒരുങ്ങാനായിട്ട് പോയി കേട്ടോ. അപ്പോൾ ഇനിയിപ്പം കല്യാണ സമയമാണ്. അപ്പം ഇനിയിപ്പം നമ്മൾ കാണുന്നത് വരനെ എതിരേൽക്കുന്ന കുറച്ച് ചടങ്ങുകളും കാര്യങ്ങളുമാണ് കേട്ടോ.
വരനെ വധുവിൻ്റെ ആൾക്കാർ ആരതി ഒഴിഞ്ഞാണ് കേട്ടോ സ്വീകരിക്കുന്നത്. വരനെ വിഷ്ണുവിൻ്റെ അവതാരമായിട്ടാണ് അവർ കണക്കാക്കുന്നത്. പൂജ ആരംഭിക്കുന്നു. വധുവിൻ്റെ അച്ഛൻ വരൻ്റെ കാല് കഴുകുകയും ആഘോഷ വസ്ത്രങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നു. ഇങ്ങനത്തെ കുറെ പാരമ്പര്യ വിശ്വാസങ്ങൾ മുറുകെ പിടിച്ചാണ് കേട്ടോ അവരുടെ വിവാഹം. എന്നാൽ തനിക്ക് ഈ ലോകത്തെ സുഖസൗകര്യങ്ങൾ ആവശ്യമില്ലെന്നും താൻ കാശിക്ക് പോവുകയാണെന്നും വരൻ വിഷ്ണു പറയുകയും അതേ പ്രകാരം ഒരു വടിയും കുത്തി ഒരു കുടയും പിടിച്ച് പോകുമ്പോൾ വധുവിൻ്റെ പിതാവ് നിർബന്ധിച്ച് കല്യാണ മണ്ഡപത്തിലേക്ക് ആനയിക്കുന്നു. ഇതൊക്കെയാണ് അവരുടെ ആ ഒരു വിശ്വാസം കേട്ടോ. അപ്പോൾ ഹാളിലേക്ക് കയറിയപ്പോൾ നമ്മൾ ഇന്നലെ കണ്ട സ്റ്റേജിലല്ല കേട്ടോ വിവാഹം. പ്രത്യേക മണ്ഡപം ഹാളിൻ്റെ ഒത്ത നടുക്ക് അവരെ നിർമ്മിച്ചിട്ട് അതിൻ്റെ അകത്താണ് കേട്ടോ വിവാഹം നടക്കുന്നത്. ബന്ധങ്ങൾക്കൊക്കെ ഒരുപാട് പവിത്രത നൽകുന്ന ആൾക്കാരാണ് കേട്ടോ ഈ ഒരു കർണാടക എന്ന് പറയുന്നത്. കാരണം പാദപൂജ എല്ലാം ചെയ്താണ് നമ്മുടെ വരനെ അവർ സ്വീകരിക്കുന്നത് കേട്ടോ. അപ്പം നല്ല കുറച്ച് ബന്ധങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ചടങ്ങുകൾ നമുക്ക് വളരെ ഹൃദയസ്പർശിയായിട്ട് നമുക്ക് തോന്നി കേട്ടോ. അച്ഛനും അമ്മയും കൂടെ തന്നെയാണ്, പെണ്ണിൻ്റെ അച്ഛനും അമ്മയും കൂടെ തന്നെയാണ് ഹാരമൊക്കെ ഇട്ട് പാദപൂജയൊക്കെ ചെയ്ത് വരനെ ആനയിക്കുന്നത് കേട്ടോ. പിന്നെ അവർ ഇതുപോലെ ഈ ഒരു മണ്ഡപത്തിലേക്ക് കയറിയിട്ട് ഇങ്ങനെ ഒരു ഷോള്, അത് എനിക്കത് പറയാൻ അറിയത്തില്ല, കാണുന്നത് നിങ്ങൾ കാണുന്നത് പോലെ തന്നെയാണ് ഞാനും കാണുന്നത്. അപ്പം ഇങ്ങനെ ഒരു ഷോളൊക്കെ ഇട്ട് ചെറുക്കനെ ഇങ്ങനെ മറച്ചു വെക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ സുന്ദരിയായ വധു വരുന്ന ആ ഒരു രംഗം ഞാൻ കണ്ടത് കേട്ടോ. അപ്പം ചെറുക്കൻ വധുവിനെ കാണാതിരിക്കാൻ വേണ്ടി നല്ല പൊക്കിയാണ് കേട്ടോ ആ ഷാൾ പിടിക്കുന്നത്. അപ്പോൾ പിടിച്ചിരിക്കുന്നത് ചെറുക്കൻ്റെ അനിയനാണ്. അനിയനും ഇപ്പുറത്ത് പിടിച്ചിരിക്കുന്നത് അവരുടെ ഒരു ബന്ധുവാണ് കേട്ടോ. അപ്പം എന്താ നമ്മുടെ വധു രാജകീയമായി ഒരുങ്ങി, സത്യത്തിൽ രജപുത്ര വനിതകളെ പോലെയൊക്കെയാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ നമ്മുടെ വധുവിനെ പറ്റി പറയുകയാണെങ്കിൽ എപ്പോഴും പുഞ്ചിരിക്കുന്ന ഒരു മുഖമാണ് കേട്ടോ. സദാസമയം സന്തോഷം വഴിഞ്ഞൊഴുകുന്ന ഒരു മുഖമാണ് കേട്ടോ. അപ്പം അത് കാണുന്നവർക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് വൈബാണ് കേട്ടോ അനുഭവപ്പെടുന്നത്. അത്ര ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു വധുവാണ് കേട്ടോ. നമ്മുടെയൊക്കെ വീട്ടിലൊക്കെ ആണെങ്കിൽ രാവിലെ എണീച്ച് ആ ഒരു ഒരുക്കം കഴിയുമ്പോൾ തന്നെ നമ്മളെ വധുക്കളെല്ലാം കുഴയും കേട്ടോ. ഇത് 5 or 6 ദിവസത്തെ ഫങ്ഷനുകൾക്ക് ശേഷമാണ് കേട്ടോ നമ്മുടെ വധു ഇപ്പോഴും ഇത്ര എനർജറ്റിക് ആയിട്ട് നിൽക്കുന്നത് കേട്ടോ. അതൊക്കെ ഒരു ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ 3 പ്രാവശ്യം മണ്ഡപത്തിന് വലം വയ്ക്കുന്ന വധുവിനെ അമ്മാവന്മാർ എടുത്തുകൊണ്ടാണ് കേട്ടോ മണ്ഡപത്തിലേക്ക് കയറുന്നത്. ഇത് പണ്ടത്തെ ശൈശവ വിവാഹത്തിൻ്റെ രീതികളുടെ തുടർച്ചയാണ് കേട്ടോ.
9 ಆಯ್ತಲ್ಲ 9 ಆಯ್ತು 9 ಆಯ್ತು
ಕೊಟ್ಟು ಕಳಿಸಿದ್ರೆ ಬಾಕ್ಸ್ ಇತ್ತಲ್ಲ ಅಲ್ಲಿ ಏನಕ್ಕೆ ಅಕ್ಷತೆನಾ ಅವ್ರು ತಗೊಂಡೋದ್ರು ಹೇಗೆ ಅದರಲ್ಲಿ ಅಲ್ಲೇ ಕೊಟ್ಟಿದ್ದೀನಿ ಅವ್ರು ಯಾಕೆ ತಗೊಂಡ್ರದ್ನ ಕೊಡೋದಿಲ್ಲ ಜೊತೆ ಇದೆಲ್ಲಪ್ಪ ಬಾಕ್ಸಲ್ಲಿ ಇರೋದು ಏನಾಗ ತಗೊಳ್ಳಲ್ಲ അങ്ങനെ മണ്ഡപത്തിൽ വരനും വധുവും കണ്ടുമുട്ടി പരസ്പരം പൂമാലകൾ കൈമാറി പുണ്യതീർത്ഥമൊക്കെ തളിച്ച് മംഗല്യസൂത്രം വരൻ വധുവിനെ അണിയിക്കുന്നു കേട്ടോ. പിന്നെ മണ്ഡപത്തിന് വലം വെക്കുന്നു. അപ്പം ഓരോ വലം വെപ്പ് എന്ന് പറഞ്ഞാലും ഓരോ പ്രതിജ്ഞകളാണ്. ഒരുപാട് പ്രതിജ്ഞകളുടെയും ഒരുപാട് ഉടമ്പടികളുടെയും എല്ലാം ആകെ കൂട്ടിച്ചേരലാണ് കേട്ടോ ഈ ഒരു വിവാഹം എന്ന് പറയുന്നത്. 7 ജന്മങ്ങളിലും തങ്ങൾ ഒരുമിച്ചിരിക്കും എന്നതാണ് സങ്കല്പം. ദൈവനാമത്തിൽ ഞാൻ നിന്നെ ഭർത്താവായി അല്ലെങ്കിൽ ഭാര്യയായി സ്വീകരിക്കുന്നു. ഇന്നു മുതൽ സുഖത്തിലും ദുഃഖത്തിലും ധനത്തിലും ദാരിദ്ര്യത്തിലും അസുഖത്തിലും ആരോഗ്യത്തിലും ഞാൻ നിന്നെ ജീവിതാവസാനം വരെ സ്നേഹിക്കുകയും കരുതലോടെ സംരക്ഷിക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള പ്രതിജ്ഞകളാണ് അവർ ഓരോ വലംവെപ്പിലും ഓരോ അവരുടെ ചടങ്ങുകളിലും അവരെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കേട്ടോ കൊല്ലം ഗ്യാങ്ങുകളാണ് കേട്ടോ. അപ്പം അവരുടെയൊക്കെ കുറച്ച് ഫോട്ടോകളും കാര്യങ്ങളും ഒക്കെ എടുത്തു വെച്ചു കേട്ടോ. കാരണം ഇതിനൊക്കെ ഒരു തെളിവ് വേണ്ടേ, നമ്മളൊക്കെ പോയതിനൊക്കെ ഒരു തെളിവ് വേണ്ടേ. ഓക്കെ, അപ്പം എല്ലാം നല്ല സുന്ദരികളായിട്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ എല്ലാവരുടെയും ഫോട്ടോ മിക്കവരെയും ഉൾപ്പെടുത്താൻ നോക്കിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം നമ്മളിങ്ങനെ ഫോട്ടോയൊക്കെ എടുക്കുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ മണ്ഡപത്തിൽ വീണ്ടും വീണ്ടും ഈ ഓരോ ചടങ്ങുകൾ നടക്കുകയാണ് കേട്ടോ. അതായത് അവർക്ക് ഇടതടവില്ലാതെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് കേട്ടോ. ഈ കല്യാണം എന്ന് പറയുന്നത് ഏകദേശം ഒരു ഫുൾ ടൈം ഒരു പ്രോസസ്സിംഗ് ആണ് കേട്ടോ. എല്ലാ മന്ത്രങ്ങളും മന്ത്രോച്ചാരണങ്ങളും നിറഞ്ഞു നിൽക്കുന്ന മണിയൊച്ചകളെല്ലാം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് കേട്ടോ നമ്മൾ നിൽക്കുന്നത്. അപ്പം അത്രയും ഒരു പരിപാവനമായ ഒരു സ്ഥലമായിട്ടാണ് കേട്ടോ നമുക്കൊക്കെ എപ്പോഴും അനുഭവപ്പെടുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഞാനാണ് കേട്ടോ. അപ്പം ഇതാണ് എൻ്റെ സാരി കേട്ടോ. എങ്ങനെയുണ്ട് സാരി? ഞാൻ എടുത്തിട്ട് കൊള്ളാമോ? ഓക്കെ, എൻ്റെ ബ്ലൗസൊക്കെ കണ്ടോ, പഫൊക്കെ വെച്ച് തച്ചേക്കുന്നത് കണ്ടോ കേട്ടോ. ഇതൊക്കെ ഓരോ ആഗ്രഹങ്ങൾ വന്നപ്പോൾ ചെയ്തതാണ് കേട്ടോ. അപ്പം ഇനി വധുവും വരനും മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം അടുത്ത അവരുടെ ആ ഒരു ചടങ്ങെന്ന് പറഞ്ഞാൽ സപ്തപതി എന്നുള്ളൊരു ചടങ്ങാണ് കേട്ടോ. അപ്പം ആ ഒരു സപ്തപതി എന്ന് പറഞ്ഞാൽ സ്റ്റേജിൻ്റെ മുകളിലാണ് ചെയ്യുന്നത്. അത് പൂക്കളിൽ അലങ്കൃതമായിട്ട് 7 കാൽപാദങ്ങളുടെ ഒരു ഫ്രെയിം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ആ 7 കാൽപാദത്തിൻ്റെ ആ ഫ്രെയിമിൻ്റെ മുകളിലും വധുവിൻ്റെ കാല് മിഞ്ചിയൊക്കെ ഇട്ടിട്ട് വരൻ ഇങ്ങനെ പിടിച്ച് വയ്ക്കുന്ന ആ ഒരു ചടങ്ങാണ് കേട്ടോ. 7 ജന്മങ്ങളിലും നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും എന്നുള്ള ആ ഒരു ഉറപ്പാണ് കേട്ടോ ഈ ഒരു സപ്തപതിയുടെ സങ്കല്പം തന്നെ. അപ്പോൾ അതാ
വീണ്ടും നമ്മുടെ വരനും വധുവും വെളിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം അടുത്ത ഒരു ചടങ്ങിന് വേണ്ടിയാണ് അവർ വന്നിരിക്കുന്നത്. അപ്പം സൂര്യനെ വണങ്ങുന്ന ഒരു ചടങ്ങാണ് കേട്ടോ. അപ്പം കിഴക്കോട്ടൊക്കെ നോക്കി തൊഴുതിട്ട് അവർ ഇങ്ങനെ വലം വെച്ച് അങ്ങനെയൊക്കെ ഒന്ന് തൊഴുത് അങ്ങനെ ആ ഒരു ചടങ്ങാണ് കേട്ടോ അവിടെ നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒട്ടനവധി ചടങ്ങുകൾ കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മുടെ ഈ കല്യാണം ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒന്നേന്ന് അവരെ ആനയിച്ച് വീണ്ടും ആ മണ്ഡപത്തിലേക്ക് തന്നെയാണ് കേട്ടോ കൊണ്ടുപോകുന്നത്. അപ്പം വരനും വധുവും അവിടെ ഇങ്ങനെ ചടങ്ങുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ദാണ്ട് അനിയത്തിമാരെല്ലാവരും കൂടെ നിന്ന് അങ്ങ് ഫോട്ടോ എടുപ്പ് കേട്ടോ. അപ്പം ഒരുപാട് നാളായി കണ്ടവരും കാണാത്തവരും ഒക്കെ അപ്പം അവിടെ ഇപ്പോൾ ഈ കല്യാണത്തിന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ സന്തോഷമായിട്ട് നിന്ന് ഒരുപാട് ഫോട്ടോകളൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് എന്താ? സദ്യ തന്നെ. അപ്പം നമുക്ക് നേരെ താഴേക്ക് പോവാം. അപ്പം അവിടെ സദ്യകൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം നമ്മൾ ഇടയ്ക്ക് നമ്മൾ ചെന്നാലും അവർ ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ ഇരുന്നാൽ മതി. അവർ അപ്പോഴേ തന്നെ വിളമ്പും. പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മളുടെ ഈ ഇവിടെ കേരളത്തിലെ പോലെ ഷട്ടറിട്ട് പൊക്കി കയറ്റുമ്പോഴത്തേക്കുള്ള ബഹളങ്ങളോ ചാട്ടോ ബഹളോ ഒന്നുമില്ല. എല്ലാവർക്കും സമാധാനമായി കയറി ഭക്ഷണം കഴിക്കാവുന്ന ഒരു സിസ്റ്റമാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിയിലുള്ള ഇലകളിലൊക്കെ നോക്കി വെറൈറ്റികളൊക്കെ കണ്ടാണ് കേട്ടോ പോകുന്നത്. എന്തൊക്കെ വെറൈറ്റികൾ ഉണ്ടെന്ന് മനസ്സിലായി കേട്ടോ. അപ്പം അത് എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മുടെ ഇലയിൽ തന്നെ അത് വരണ്ടേ. അപ്പം ഞങ്ങൾ പോയി ഞങ്ങളുടെ സീറ്റൊക്കെ കണ്ടുപിടിച്ചിരുന്നു. അങ്ങനെ ഐറ്റങ്ങളെല്ലാം വിളമ്പി തുടങ്ങി കേട്ടോ. ചൗവരിയുടെ ആ ഒരു പായസമാണ് ആദ്യം വന്നത്. അതിനുശേഷം മധുരമുള്ള 1-2 സാധനങ്ങളുണ്ട്. ഒരു കട്ട്ലറ്റ് പോലത്തെ ഒരു സാധനമുണ്ട്. 2-3 ടൈപ്പ് തോരനുണ്ട്, അച്ചാറുണ്ട്, പിന്നെ ഒരു എരി പോലൊരു കറിയുണ്ട്, പപ്പടമുണ്ട്, ഉപ്പുണ്ട്. അപ്പം ഇതെല്ലാം വിളമ്പി പോവുകയാണ്. അതിൻ്റെ ഇടയിൽ നമുക്ക് കുനാഫയ്ക്കുള്ള പാത്രവും വെച്ചു കേട്ടോ. അപ്പോൾ ഈ കുനാഫൊക്കെ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇച്ചിരി ഒരു പോഷ് കല്യാണങ്ങൾക്കൊക്കെ കാണുന്ന ഒരു സാധനമാണ് കേട്ടോ. അപ്പം അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആളെല്ലാം കഴിച്ചു തുടങ്ങി. അച്ചാറുണ്ട്, ഇത് സാലഡാണ്, ഇത് തോരനാണ്, ഇതും ഒരു തോരനാണ്. ഇതൊക്കെ സ്വീറ്റ്സ് ആണേ. ഇതെന്തോന്ന് നോക്കട്ടെ. ഇതും മധുരം തന്നെ, വെജിറ്റബിൾ വേണ്ട. പിന്നെ ഇത് നമ്മളെ ചൗവരി പോലത്തെ ഒരു പായസത്തിൻ്റെ ടൈപ്പാണ്. ഇത് രണ്ടും സ്വീറ്റ്സ് ആണ്, നല്ല അടിപൊളി സ്വീറ്റ്സ്. ഇത് കട്ട്ലറ്റാണെന്ന് തോന്നുന്നു, നോക്കട്ടെ. അതിച്ച് എരിയുണ്ട്. ഇത് നല്ല സൂപ്പർ സ്വീറ്റ്സ് ആണ്. പിന്നെ ഇങ്ങനത്തെ ഒരു സാധനം കൊണ്ടുവച്ചു. അതിനുള്ളൊരു കറി, കത്തിരിക്കയുടെ ഒരു കറി വെച്ചു. പിന്നെ ഇതൊരു കോളിഫ്ലവറിൻ്റെ അറിയാമേ, കോളിഫ്ലവറിൻ്റെ ആണ് സാധനം. പിന്നെ ഉള്ളത് പപ്പടമാണ്. പിന്നെ ഈ ഒരു സാധനമാണ്. ഇത് നമ്മുടെ സേമിയുടെ ഒക്കെ ഒരു നൈസ് സാധനം ഇട്ട് അതിനകത്തൊരു മധുര സാധനം ഇട്ടു. പിന്നെ പാല് പോലത്തെ ഒരു സാധനം ഒഴിച്ചു. ഓക്കെ, നമുക്ക് തുടങ്ങാം. നമ്മൾ ആദ്യം പഴം വന്നു. കേസിൻ്റെ കമ്മലൊക്കെ കണ്ടോ? വെജിറ്റേറിയൻ കറികളിൽ ഭയങ്കര വെറൈറ്റിയുള്ള സാധനങ്ങളാണ് എൻ്റെ അതൊക്കെ. അവരുടെ നമ്മളെങ്ങനെ പേര് ചോദിക്കും. ഇഷ്ടപ്പെട്ട? അടിപൊളി. ഇതും കൂടെ വേണോ? വേണ്ട. നമ്മളെ നാട്ടിൽ നിന്ന് ഒരു ജിലേബിയോ ഒരു ലഡുവോ തിന്നാൽ പിന്നെ ഒന്നും വേണ്ട. സമയം ഇതവരുടെ എന്തുമാത്രം തിന്ന് ഞാൻ ചോറ് വാങ്ങിച്ചു. ചോറും തൈരും നമ്മളത് തിന്നും. ഇപ്പം തിന്നതെന്നെല്ലാം ഫ്യൂഷനായി. മധുരം, പുളി, എരി എല്ലാം കഴിക്കുന്നില്ല, മിക്സ് ചെയ്ത് കഴിക്കുക. കൊള്ളാം. തൈരും ചോറും
എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വേണ്ട. അങ്ങനെ കുനാഫ വരെയുള്ള വെറൈറ്റി ഡിഷസ് എല്ലാം അടങ്ങിയ ഊണെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ വെളിയിലോട്ട് ഇറങ്ങിയിട്ട് ഞങ്ങൾ ഐസ്ക്രീം ട്രൈ ചെയ്തു കേട്ടോ. അപ്പോൾ ഐസ്ക്രീമും ഫ്രൂട്ട്സും എല്ലാം കൂടെ ഒന്നിച്ച് ഒരു ഫ്രൂട്ട് സലാഡിൻ്റെ ലെവലിലാണ് തരുന്നത് കേട്ടോ. ഇഷ്ടം പോലെയാണ് കേട്ടോ കൊടുക്കുന്നതൊക്കെ. അപ്പം അതും എല്ലാം ഒക്കെ കഴിച്ചിട്ട് പിന്നെ ആസ് യൂഷ്വൽ കേട്ടോ വെറ്റ ഉണ്ടായിരുന്നു. ഫ്രൂട്ട്സ് എല്ലാം കൂടെ വെച്ചുള്ള ആ ഒരു വെറ്റ ഉണ്ടല്ലോ, അപ്പം അതുണ്ടായിരുന്നു. അത് കർണാടകക്കാരുടെ ഒരു മെയിൻ ഐറ്റമാണ് കേട്ടോ. മിക്ക കല്യാണങ്ങൾക്കും വലിയ ഫംഗ്ഷനും ഒക്കെ ഇതവിടെ കാണുന്നതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ഏറ്റവും നല്ല ഐറ്റമായ തേങ്ങയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കൊക്കെ ഓരോ തേങ്ങയും കിട്ടി കേട്ടോ. അപ്പോൾ ഈ നാളികേരവും അതിനകത്ത് വെറ്റയും പാക്കും ഒക്കെ വെച്ച് കൊടുക്കുന്നത് സത്യം പറഞ്ഞാൽ അവിടുത്തെ ഒരു രീതിയാണ്, ഒരു ചടങ്ങിൻ്റെ ഭാഗമാണ് കേട്ടോ. അതും പിന്നെ ഈ താമ്പൂലവും എല്ലാം അവിടുത്തെ ചടങ്ങിൻ്റെ ഭാഗമാണ് കേട്ടോ. അപ്പോഴേക്കും അടുത്ത റിസപ്ഷൻ്റെ ആരംഭമായി. വരനും വധുവും ഡ്രസ്സെല്ലാം മാറി നല്ല അടിപൊളി ഡ്രസ്സിൽ പുതിയ ഹാരമൊക്കെ ആയിട്ട് സ്റ്റേജിൽ കയറി നിൽക്കുകയാണ്. അപ്പം എല്ലാവരും ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഞങ്ങൾ തിരിച്ചു പോകേണ്ടിയവരെല്ലാവരും നമ്മൾ കൊല്ലംകാരെല്ലാവരും തിരിച്ച് അവരവരുടെ റൂമുകളിലേക്ക് പോവുകയാണ്. അപ്പം 2:30 ആകുമ്പോഴത്തേക്കും ബസ്സിൽ പോകാനുള്ളവരുടെ ബസ് വരും. അപ്പം ഞങ്ങൾക്ക് 4 മണിക്കാണ് ട്രെയിന്. അപ്പം ഞങ്ങൾക്ക് ഒരു 3-3:30 ആകുമ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. അപ്പം ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മടക്കയാത്രയാണ് കേട്ടോ. അപ്പം ഇത്രയും വൈവിധ്യങ്ങൾ നിറഞ്ഞ ഇത്രയും കളർഫുള്ളായിട്ടുള്ള ഒരു കല്യാണം ഞങ്ങൾക്ക് സമ്മാനിച്ച നമ്മുടെ വൈശാഖനും ചന്ദനയ്ക്കും നമ്മൾ എല്ലാവിധ മംഗളങ്ങളും നേർന്നുകൊണ്ട് ഞങ്ങൾ ഇതാ ഹാളിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.